ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മൈസൂർ പോവുകയാണെങ്കിൽ കുറച്ച് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു കുറച്ച് 5 സ്ഥലങ്ങളാണ് ഗൈസ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യത്തെ സ്ഥലം തന്നെ ചാമുണ്ടേശ്വരി ടെമ്പിളാണ്. പിന്നെ അപ്പോൾ ഇവിടെ ഗൈസ് കുറേ നല്ല വ്യൂസ് ഉണ്ട്, നല്ല കുറേ കടകളൊക്കെ ഉണ്ട്, കുറേ സാധനങ്ങളുള്ള നല്ല കടകളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ രാത്രി വന്നാൽ നല്ല തണുത്ത കാറ്റിൽ കിട്ടും. രാത്രി ആയിരിക്കും വരാൻ നല്ലത്. ഞങ്ങൾ രാത്രി തന്നെ വന്നത്. പിന്നെ അമ്പലമൊക്കെ ഒന്ന് ചുറ്റാം. അവിടെ അമ്പലം ചുറ്റാൻ കുറച്ച് അത്യാവശ്യം നല്ല ടൈം എടുക്കും. നല്ല ടൈം മീൻസ് കുറച്ചെടുക്കും. പിന്നെ ഗൈസ് ആ വന്ന സംഭവം ഞാൻ അറിഞ്ഞുകൊണ്ടതല്ല ഗൈസ്, അറിയാതെ വന്നതാണ്. പിന്നെ ഞാൻ കളയാൻ നോക്കിയിട്ട് കളയാനും പറ്റുന്നില്ല. അപ്പോൾ നിങ്ങളൊന്ന് അത് അവോയ്ഡ് ചെയ്താൽ മതി ഗൈസ്. പിന്നെ ഗൈസ് ഞാൻ അവിടുത്തെ കടകളിലൊക്കെ ഒന്ന് നടക്കുമ്പോഴാണ് ഗൈസ് ഒരു സാധനം കണ്ടത്, നമ്മളെ ലബൂബ്. ഇവിടെയുള്ള ഒട്ടുമിക്ക എല്ലാ കടയിലും ഗൈസ് ലബൂബ് ഉണ്ടാവും. ഈ ലബൂബൊക്കെ കണ്ട് നമ്മൾ ഒറിജിനലായിട്ട് തോന്നും, പക്ഷേ ഒറിജിനലല്ല. ഇതിനൊക്കെ 500 രൂപേൻ്റെ താഴത്തേക്കുള്ളൂ ഗൈസ്. പിന്നെ ഗൈസ് ഇവിടുന്ന് ഒരു ഐസ്ക്രീം കഴിച്ചാൽ കണ്ടപ്പോൾ എനിക്ക് വെറൈറ്റി തോന്നുന്നുണ്ടാണ് ഗൈസ് ഞാൻ കഴിച്ചപ്പോൾ വീഡിയോ എടുക്കാൻ മറന്നും പോയി ഗൈസ്. അപ്പം പിന്നെ ഞാൻ കുറേ ക്രാബുകൾ വലുതും ചെറുതും പിന്നെ ഫ്ലവറൊക്കെ ആയിട്ട് കുറേ ക്രാബുകൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങുകയാണ് ഗൈസ്. ഒരു മലയൊക്കെ ചുരം ഇറങ്ങുന്ന പോലെ വേണം ഇറങ്ങാൻ. ഒരു ടൈമുണ്ട് ഗൈസ്. ആ ടൈമിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടില്ലെങ്കിൽ അവിടുത്തെ ഗേറ്റ് ക്ലോസ് ആവും. അപ്പം നമ്മൾ വേറെ വഴി കൂടെ ചുറ്റി തിരിഞ്ഞ് പോകേണ്ടി വരും. അവസാനം ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒട്ടുമിക്ക എല്ലാ സ്ഥലത്തും ഈ ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചതായിരിക്കും. പോലീസ് സ്റ്റേഷൻ വരെ ലൈറ്റൊക്കെ ഇട്ട് അങ്ങനത്തെ ആയിരിക്കും. കണ്ടാൽ നമുക്ക് പോലീസ് സ്റ്റേഷൻ ആണെന്ന് കൂടി തോന്നില്ല. ഇപ്പോൾ ഒരു പോയ സാധനമല്ലേ അത്. ഈ കഥകളിലൊക്കെ സിൻഡറിലൊക്കെ ഇരിക്കുന്ന കുതിരവണ്ടി ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു കുതിരവണ്ടിയാണ്. ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ ഒരു പാർക്കാണ്. ഈ പാർക്ക് തന്നെ കണ്ടില്ല ഗൈസിലെല്ലാം ലൈറ്റൊക്കെ ഇട്ടിട്ട്. അതാണ് ഗൈസ് ഇവിടുത്തെ പ്രത്യേകത. എല്ലായിടത്തും പോലീസ് സ്റ്റേഷൻ അടക്കം ലൈറ്റൊക്കെ ആയിരിക്കും. ഇത് സെക്കൻഡ് പ്ലേസാണ്. ഇത് ദസറ പ്രോഗ്രാം, ഇവിടുത്തെ ഫെസ്റ്റിവലാണത്. അതിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഞങ്ങളവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞ വണ്ടി, സിൻഡർലാൻ്റെ. അപ്പോൾ അതിൻ്റെ ഈ പാർക്കിൻ്റെ എൻട്രി എവിടെയെന്ന് വെച്ചാൽ കുറച്ച് പോകണം. ദസറ പ്രോഗ്രാം ഫെസ്റ്റിവലിൻ്റെ ഗേറ്റ് കൂടിയാണ് ഇത് കയറേണ്ടത്. ഇത് കറക്റ്റ് അവിടെ തന്നെയല്ല. ഇതാണ് ഗൈസ്. പിന്നെ തേർഡ് പ്ലേസ് മൈസൂർ പാലസിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം അവിടെ കയറിയപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഈ ഗേറ്റ് കൂടിയാണ് ഗൈസ് നമ്മൾ കയറേണ്ടത്. ഈ ഗേറ്റാണ് ദസറ ഫെസ്റ്റിവലിൻ്റെ. ഇവിടെ കുറേ കടകളുണ്ട് ഷോപ്പ് ചെയ്യാൻ പറ്റി. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ നേരെ ഒരു സൂവിലാണ് ഗൈസ് പോയത്. അവിടെ കുറേ മൃഗങ്ങളുണ്ട്, കുറേ ആനിമൽസ് ഉണ്ട്. പിന്നെ ഇതാണ് ഗൈസ് 4th പ്ലേസ്. ഇതാണ് ഗൈസ് 5th പ്ലേസ് ഗോപാലസ്വാമി ക്ഷേത്രമാണ്. ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആണ്. നമ്മൾ ടിക്കറ്റ് എടുത്ത് നമ്മൾ KSRT ബസ്സിൽ കൊണ്ടുവന്ന് തരും ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.